സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ കൊടൈക്കനാലാണ്. കൊടൈക്കനാലിലേക്ക് നല്ല സുപരിചിതമാണ്. കൊടൈക്കനാൽ ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ട് കൊടൈക്കനാൽ നല്ലൊരു ആത്മബന്ധമുള്ളൊരു സ്ഥലം തന്നെയാണ് കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാൽ എവിടെ പോയിട്ട് ഞാൻ ഈ ഗുണ കേവ് കണ്ടിട്ടില്ല. ആദ്യം ഗുണ കേവ് കാണാൻ തീരുമാനിക്കുന്നത്. ഗുണ കേവിൻ്റെ അവിടെ പോകുമ്പോഴാണ് ഗുണ കേവ് ക്ലോസ്ഡ് ആണ്, ഗുണ കേവിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ ഒരു ഫോറസ്റ്റ് ഗാർഡിനെ സമീപിച്ച് നമുക്കൊരു ചെറിയൊരു പെർമിഷൻ രീതിയിലുള്ള, അതായത് ടൂറിസ്റ്റുകൾ വരുന്നതിന് മുമ്പേ ഗുണ കേവ് ഇറങ്ങി കാണാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടായി. ഞാൻ, അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ഷോൺ, ഷൈജു ഖാലിദ്, പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരി. അപ്പോൾ അത് ഇറങ്ങി കണ്ട്, അത് ഇറങ്ങാനുള്ള കഷ്ടപ്പാട്, ഞാൻ ഇറങ്ങി അവിടെ താഴെ എത്തി. ഈവൻ പോയ കുഴി കണ്ടു. നമ്മൾ ആദ്യം പോയി തന്നെ അവിടെ കാണുമ്പോൾ തന്നെ നമ്മൾ എതിരേറ്റതൊരു കുരങ്ങൻ്റെ തലയോട്ടിയാണ്. അപ്പോൾ അതന്നെ മരണമാണ് നമ്മളെ വിൽക്കുക. കാരണം അവിടെ ആ മണം അങ്ങനെയാണ്. അവിടുത്തെ കൊല്ലങ്ങളോളം സൂര്യവെളിച്ചം അടിക്കാത്ത പാറകളും അതിൻ്റെ അകത്തുനിന്നുള്ള മണങ്ങളും ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഷൂട്ട്. ഇതിനി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഇനി ഇത്രയും ആൾക്കാർ ഇറങ്ങി. ഇത് പണ്ട് ഗുണ പടം, വേണു സാറാണ് ഗുണ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ, സന്താന ഭാരതി ഡയറക്ടർ. നമ്മൾ ഇത്രയും ടെക്നോളജി വലുതായിട്ടും ക്യാമറകൾ ചെറുതായിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടും ലൈറ്റുകൾ ചെറുതായിട്ടും ഇന്നും അത് അച്ചീവ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്കത് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. പക്ഷേ നമ്മുടെ മലയാള സിനിമയുടെ നമുക്കിതെങ്ങനെ, കാരണം ഗുണ പോലെയല്ല, നമ്മുടെ മൊത്തം സിനിമ ഗുണ കേവിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യണം, നമ്മളിത് മൊത്തം നമ്മളെ കൺട്രോളായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വലിയ പടത്തിൽ വലിയ തീരുമാനം എടുക്കുകയാണ്, നമുക്ക് ഗുണ കേവ് സെറ്റ് ഇടാം, നമ്മൾ ഗുണ കേവ് റിക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഗുണ കേവിൻ്റെ ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കൊടൈക്കനാലിലെ ഗുണ കേവ് നമ്മൾ ഏകദേശം അതേ സൈസിൽ തന്നെ നമ്മൾ സെറ്റിട്ടതാണ് ഇവിടെ. കൊടൈക്കനാലിലെ പല സ്ഥലങ്ങളിലെയും പാറകൾ നമ്മൾ അവിടുന്ന് തന്നെ മോൾഡ് ചെയ്തിട്ട് ആ സാധനം തന്നെ ഇവിടെ വെച്ച് കാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇതിൻ്റെയൊക്കെ ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. പല പീസുകൾ വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ കളർ മാച്ച് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ. ഇത് നമ്മൾ ഗുണ കേവിൻ്റെ തുടക്കമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഇത് വരെയുള്ള പോർഷനൊക്കെ നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ കൊടൈക്കനാലിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ എൻട്രി മുതലാണ് നമ്മൾ ഈ സെറ്റ് ആരംഭിക്കുന്നത്. ഗുണ കേവിൻ്റെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ നിരവധി കുഴികളും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ വിടവുകളും ഭൂമി തെന്നി മാറിയത് പോലുള്ള വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇതിൽ ഒരുപാട് ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ചെടികളൊക്കെ നമ്മൾ നിലനിർത്താൻ കുറേ പണിയാണ്. ഇതൊരു ഗോഡൗൺ മാതിരിയുള്ള ഒരു സ്ഥലമാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്, റിയൽ ആയിട്ടുള്ള പ്ലാന്റുകളും വെച്ചിട്ടുണ്ട്. ഈ റിയൽ പ്ലാന്റിനൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഇത്രയും 10-20 സംതിങ് ദിവസമായി നമ്മൾ ഇതേപോലെ തന്നെ നിലനിർത്തിക്കുകയാണ്. കുറച്ച് നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റും വെച്ചിട്ടുണ്ട്. The real Guna gives down. It is very beautiful place.
നമ്മൾ ഒറിജിനൽ ഗുണ കേവിൽ എങ്ങനെ ഇറങ്ങി അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ഇറങ്ങുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ വീണാലും കാലൊടിയും, ഇവിടെ വീണാലും കാലൊടിയും. ഇതൊരു പോയിന്റാണ് ശരിക്കും ഈ സെറ്റിൻ്റെ. ഞാൻ അവിടെ ഗുണ കേവിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ നിൽക്കുന്നതും നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു മെയിൻ ഒരു പോയിൻ്റായിട്ട് ഞാൻ ഈ സ്ഥലത്തിനെ കണക്കാക്കുന്നു. പല ലെവലുകളായിട്ടാണ് ഈ ഭാഗം ചെയ്തത്. പല കല്ലുകളും അതിൻ്റെ മുകളിൽ അടുക്കി വെച്ച പോലെ. നമ്മൾ ഇതിൽ ഫൈബറുണ്ട്, റിയൽ ആയിട്ടുള്ള കല്ലുകളുണ്ട്, ഫൈബറിൻ്റെ മരങ്ങളുണ്ട്, കുറേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിറയെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന മാതിരി അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇത് ജിബ് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനും ഇനിയിപ്പോൾ ക്രെയിൻ ആയാൽ പോലും അത്രയും ഹെവി ആയിട്ട് 10-30 പേർക്കൊക്കെ കയറി നിൽക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇതിൻ്റെ മേക്കിംഗ് ഉണ്ടാക്കിയത്. ഈ കറക്റ്റ് ഹ്യൂമിഡിറ്റി ഇതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫുൾ AC ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ആളുകൾ വിറക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഫുൾ AC ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ AC-യുടെ സെറ്റപ്പ്. ഇവിടുന്ന് ടോട്ടൽ നമുക്കൊരു 45 അടിയോളം നമ്മൾ ഹൈറ്റ് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇത് അത്യാവശ്യം വലിയൊരു ഉയരത്തിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ബേസിക്കലി അജയേട്ടൻ ആദ്യമേ പറയാറുണ്ട് ഇത് എക്സ്റ്റൻഷൻ ഒരു ലിമിറ്റിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല, കാരണം അത്ര ഡീറ്റെയിൽഡ് വർക്കാണ് ഓരോ ഏരിയയിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞ് നമുക്ക് ഒരു പരിധി വരെ എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് പിന്നെ അത് CG-യിൽ പിടിക്കണം. അപ്പോൾ എന്തായാലും റിയൽ ലൊക്കേഷനൊക്കെ പോയി അവിടെ നിന്ന് സ്കാനും പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ അതിൻ്റെ സ്കെയില് നമുക്കൊരു മാച്ച് ചെയ്യാൻ പറ്റാത്ത വലിയൊരു സ്കെയിലായിട്ട് തോന്നി. അത് എത്ര വന്നാലും ക്യാമറയിൽ കിട്ടണ പോലെ വരാൻ വേണ്ടി കുറച്ച് ചലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നി. അപ്പോൾ കേവിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു തരത്തിലും പുറത്തുനിന്ന് പിന്നെ ഒരു അസറ്റ് ഡെവലപ്മെൻറ്റിന് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. നമുക്ക് അതന്നെ മതി, അതൊരു ടോപ്പ് നോച്ച് പരിപാടി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം അതന്നെ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ മഴ പെയ്യണം, മിസ്റ്റ് പെയ്യണം, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്കത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഗിരീഷ് മിസ്റ്റ് ഒന്ന് ഓൺ ചെയ്യ്. ഗിരീഷ് മഴ ഒന്ന് ഓൺ ചെയ്യണം. മഴ റെയിൻ സെറ്റപ്പ്.
ഇതിൻ്റെ വെള്ളം ഒക്കെ നമ്മൾ പല സൈഡിൽ നിന്നും വളരെ ശക്തമായിട്ട് ഒലിച്ച് ഈ കുഴിയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ പല പല ഏരിയ ഉണ്ട്. നമുക്ക് മഴ ഇത് അങ്ങനെ ഹാർഡായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇതിൻ്റെ ബാക്കി പമ്പ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഷൂട്ട് നമുക്കിപ്പോൾ ഒരു പോർഷനിലാണ് നടക്കുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ബാക്കി സ്ഥലത്ത് മഴ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ മിസ്റ്റും ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റായിട്ടുള്ള ഗുണ കേവിലെ കുഴി എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്ഥലത്ത് തന്നെ നമ്മൾ കുഴിച്ചുണ്ടാക്കിയതാണിത്. നമ്മളിതിലേക്ക് ഏകദേശം 10 അടി കുഴിച്ചപ്പോൾ തന്നെ കുഴിയിൽ വെള്ളം കണ്ട്, നമ്മൾ കിണറൊക്കെ കുത്തുന്ന പോലെ ഈ കുഴിയിൽ വെള്ളം വന്നപ്പോൾ ഒരു 7 to 8 അടി കുഴിച്ച് റിങ് ഇട്ടുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വീഴുന്ന പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സൈഡിലൊക്കെ സിലിക്കോണിൽ ഉള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കോൺ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ സോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ട കുഴിയുടെ താഴേക്കുള്ളൊരു എൻട്രിയാണിത്. ഇത് ഫുൾ ടൈം വെള്ളം ഏകദേശം ഇതിൽ കണ്ട ഇത്രയും ഹൈറ്റിൽ, ഈ ഹൈറ്റിൽ വന്ന് ഇത് കണ്ട ഇതിലും ഹൈറ്റിലാണ്, ഇത്ര അധികം ഹൈറ്റിൽ, അതായത് 9 അടിയോളം ഹൈറ്റിൽ ഇതിൽ വെള്ളം വന്ന് നിൽക്കുന്നതിൻ്റെ അടയാളങ്ങളുണ്ട് ഇവിടെ. ഈ ബാസിയെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇറങ്ങിപ്പോകണം, അതായത് ഈ വിടവുകളുടെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോകണം. അപ്പോൾ അത് ഫ്ലോറിൽ നിന്ന് 50 അടി പൊക്കത്തിലുള്ള 3 കിണർ പോലെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. 3 വിടവുകൾ ഉണ്ടാക്കിയത്, 3 എണ്ണത്തിനും 50 അടി പൊക്കത്തിലുള്ള 3 എണ്ണം. അപ്പോൾ ഈ 3 എണ്ണം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 150 അടിയോളം വരുന്ന ഒരു കിണർ അല്ലെങ്കിൽ ഒരു വിടവ് മാതിരിയായിരിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ ഡോറ് മാതിരി വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റ് ഈ പാറ എഫക്റ്റ് ചെയ്തു. 3 വിടവിനും 3 ടൈപ്പ് ഓഫ് ഇതുണ്ട്, അതായത് ഓരോന്നിനും ഓരോ ക്യാരക്ടർ ഉണ്ട്. ഒരു ഇതിൽ ഈ ബാസി വീണ് കിടക്കുന്ന ഒരിതാണ്. സൗബിൻ മുകളിൽ ഒരു പാറ മുകളിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതും സൗബിൻ വന്നിട്ട് കയറ് കെട്ടിയിട്ട് അവനെ രക്ഷപ്പെടുത്തുന്ന സാധനമുണ്ട്. അതിൻ്റെ അടിയിലേക്കും താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ സൗബിൻ ഇറങ്ങിപ്പോകുന്ന പല ടഫായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പല ഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ, പിന്നെ ഈ കുടുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ലൂസ് അടിക്കണ പറയുമ്പോൾ കയറ് കുടുങ്ങിക്കിടക്കാൻ ഇവർ രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് ജാമായി നിൽക്കുന്നത്, ഇതിനു വേണ്ടിയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര ഹൈറ്റിനാണ് ഉണ്ടാക്കിയത്? 40 അടി മുകളിലാണ്, തറയിൽ നിന്ന് 40 അടി മുകളിലാണ് സൗബിനും ബാസിയും കൂടിയിട്ട് ആ ലൂസ് അടിക്കണ എന്നൊക്കെ പറയണത്. തറയിൽ നിന്ന് അത്രയും ഹൈറ്റിലാണ് അവർ തൂങ്ങി കിടന്നിട്ടാണ് ഈ അതിക്രമങ്ങൾ, അതിക്രമം തന്നെ പറയേണ്ടി വരും.